കോവിഡ് എന്ന മഹാമാരി വീണ്ടും നമ്മിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. മുതിർന്നവരെ കൂടാതെ കുട്ടികളിലേക്കുമുള്ള കോവിഡിൻ്റെ വർദ്ധിച്ചു വരുന്ന വ്യാപനം നമ്മെ വീണ്ടും ആശങ്കകുലരാക്കുന്നു. കുവൈറ്റിലെ കാലാവസ്ഥ തണുപ്പിൽ നിന്നും ചൂടിലേക്ക് മാറുകയാണ്. നാട്ടിലാണെങ്കിൽ ഇലക്ഷൻ്റെ പ്രചാരണങ്ങളും ചൂടുപിടിച്ച ചർച്ചകളും. ഈ എല്ലാ സാഹചര്യങ്ങളിലും മുന്നോട്ട് പോകുവാൻ ഉള്ള ശക്തിയും ആത്മവിശ്വാസവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടൈംസ് ഓഫ് കുവൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ കീഴിൽ ഫാഹിൽ, അബ്ബാസിയ, ഷേഖ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പരാതിയോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് ഇന്ത്യൻ സ്ഥാനപതി ശ്രീ സിബി ജോർജ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഓപ്പൺ ഹൗസിൽ വ്യക്തമാക്കി. സേവനം സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ ഇന്ത്യക്കാർക്കും അറിയിക്കാവുന്നതാണ്. തൃപ്തികരമായ സേവനം ഉറപ്പുവരുത്തുവാൻ ഇത് എംബസിയെ സഹായിക്കും. വിവിധ ഭാഷകളിൽ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ ഫീഡ്ബാക്ക് ഫോം വെച്ചിട്ടുണ്ട്. സേവനം സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ ഇന്ത്യക്കാർക്കും അറിയിക്കാവുന്നതാണ്. തൃപ്തികരമായ സേവനം ഉറപ്പുവരുത്തുവാൻ ഇത് എംബസിയെ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ ഇന്ത്യക്കാരും കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ പാലിക്കണമെന്നും വാക്സിനേഷന് രജിസ്റ്റർ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ കർഫ്യൂ സമയത്ത് പുറത്തിറങ്ങരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കുവൈറ്റിലെ 16 വയസ്സിന് മുകളിലുള്ള എല്ലാ ഇന്ത്യക്കാരും വാക്സിനേഷന് രജിസ്ട്രേഷൻ നടത്തണമെന്നും എല്ലാ ഇന്ത്യക്കാരും വാക്സിനേഷൻ എടുക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുവാൻ സംഘടനകൾ പ്രചാരണം നടത്തണമെന്നും അംബാസിഡർ ആവശ്യപ്പെട്ടു. മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിനുകൾ ഉടനെ തന്നെ കുവൈറ്റിൽ എത്തിച്ചേരുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. പുതിയ കൊറോണ വൈറസിനെതിരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ജോൺസൺ വാക്സിനുകൾ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചതെന്നും ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു. നിലവിൽ ഫൈസർ, ബയോടെക്, ഓക്സ്ഫോർഡ്, ആസ്ട്രസെനക വാക്സിനുകളാണ് കുവൈറ്റിൽ വിതരണം ചെയ്യുന്നത്. 10 ലക്ഷം ഡോസ് ഫൈസർ, 17 ലക്ഷം ഡോസ് മൊഡേണ, 30 ലക്ഷം ഡോസ് ഓക്സ്ഫോർഡ്, ആസ്ട്രസെനക എന്നീ വാക്സിനുകളാണ് കുവൈറ്റ് ഇറക്കുമതി ചെയ്യുവാൻ ധാരണയായിട്ടുള്ളത്. ഈ ആഴ്ചയിലെ ബിസിനസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോയ വാരത്തിലായിരുന്നു വേൾഡ് വാട്ടർ ഡേ. ശുദ്ധജലത്തിൻ്റെ പ്രാധാന്യവും ആവശ്യകതയെക്കുറിച്ചെല്ലാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആയതിനാൽ തന്നെ വാട്ടർ പ്യൂരിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി നമ്മളോട് സംസാരിക്കാൻ ഇന്ത്യൻ ബ്രാൻഡായ കെൻറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ എൽദോസ് പി ജോയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. തിളപ്പിച്ചാറിച്ച് വെള്ളം കുടിച്ചിരുന്ന കാലഘട്ടത്തിലെല്ലാം ഇപ്പോൾ ഒരു മാറ്റം വന്നു. നമ്മളെല്ലാവരും വാട്ടർ പ്യൂരിഫയറിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പല സമയങ്ങളിൽ നമ്മൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിന് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. ആദ്യമായി നമുക്ക് ലോക ജലദിനം നമ്മളെല്ലാം നമ്മുടെ ജലസമ്പത്തിനെ ഏറ്റവും ഭംഗിയായി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പ്യൂരിഫൈഡ് വാട്ടർ എന്നുള്ളത് നമ്മളെ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. പ്യൂരിഫൈഡ് വാട്ടറിനെ പറ്റി പറയുമ്പോൾ കെൻറ്റ് നമ്മുടെ ബ്രാൻഡിൻ്റെ പ്രത്യേകത കൂടി പറയേണ്ടതായിട്ടുണ്ട്. പ്യൂരിഫൈഡ് വാട്ടർ എന്നുള്ളത് നമ്മുടെ സാധാരണക്കാരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ അതിനോട് ചേർത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വാട്ടർ പ്യൂരിഫയറുകൾക്ക് ഇന്നത്തെ കാലത്ത് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്നതാണ് നമ്മുടെ കൺവെൻഷണൽ വാട്ടർ പ്യൂരിഫയേഴ്സിനെ അപേക്ഷിച്ച് ഇപ്പോൾ പുതിയ തരം ടെക്നോളജികൾ, മിനറൽ ആറോ പോലെയുള്ള ടെക്നോളജികൾ വന്നു കഴിഞ്ഞു. അത് ജനങ്ങൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വാട്ടർ കൊടുക്കുന്നു. അതിലുപരിയായിട്ട് നമ്മൾ ഒരു പ്രതിവർഷത്തെ നമ്മുടെ എക്സ്പെൻഡിച്ചർ വെച്ച് നോക്കുമ്പോൾ ഈ വാട്ടർ പ്യൂരിഫയറുകൾ നമുക്ക് വളരെയേറെ ലാഭകരമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾക്ക് വളരെ അഭിമാനകരമായ ഒരു വർഷമാണിത്. ഞങ്ങൾ കെൻറ്റ് വാട്ടർ പ്യൂരിഫയർ കുവൈറ്റിൻ്റെ 10ാമത് വാർഷിക ആഘോഷങ്ങൾ ഈ വർഷം നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ കെൻറ്റിൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ഇന്ത്യൻ സ്ഥാനപതി ശ്രീ സിബി ജോർജ് IFS നിർവഹിക്കുകയുണ്ടായി.
Kent Kuwait is completing 10 successful years in Kuwait. And I would like to congratulate Texol Group Chairman Engineer Adil Yasser, Hamza Abdul Hussein, Mr. Eldos Joy and their entire team on this occasion. Move it up, move it on, move it fast and do it soon. Walk talk, tick tock, clip top, pick top, make it quick, make it tick, make the connect. Walk talk, tick tock, clip top, pick top, make it quick. Lulu, where the world comes to shop. Badr Al Sama Medical Center, Fawwania, Kuwait. More than healthcare, humane care. Since 1942, more than 100 branches across Kuwait. Credit in minutes to any bank in India. Download the Al Muzaini app at your convenience anytime, anywhere. Many reasons, one exchange, Al Muzaini Exchange, always near you. Cultivation according to climate. Good fertile soil. Good atmosphere. Timely harvesting. Fresh packing. Freshly distributed. Highway Center, a complete family shopping experience. Fahel, Mangaf and Abbasiya. Badr Al Sama Medical Center, Fawwania, Kuwait. More than healthcare, humane care. നമസ്കാരം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം വിദ്യാർത്ഥികളുടെ പഠനവും അവരുടെ മറ്റ് ആക്ടിവിറ്റീസിനെ പറ്റിയുള്ള ഉത്കണ്ഠയുമാണ്. മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കടമ്പ എങ്ങനെ കടക്കാം എന്നുള്ളൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, ഇവരുടെ എക്സാം ഇതൊക്കെ എങ്ങനെ നടപ്പാകും. അത് ഗൾഫ് നാടുകളിലാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കുവൈറ്റിൽ പേരൻസ് വളരെയേറെ ആകുലതയിലാണ്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കാനുള്ളത് GCCയിലും മറ്റ് പല രാജ്യങ്ങളിലും ഉള്ള സ്കൂളുകളുടെ ബാവൻസ് സ്കൂളിൻ്റെ ചെയർമാൻ ശ്രീ രാമചന്ദ്രനും കുവൈറ്റിലെ ടെക്നിക്കൽ കോളേജിൻ്റെ ലെക്ചറായ മോളി ദിവാകരനുമാണ്. നമസ്കാരം രാമചന്ദ്രൻ സാർ. ആക്ച്വലി നമുക്ക് ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പേരൻസിനെ ഏറ്റവും കൂടുതൽ ആകുലതയിലാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ് വരാൻ പോകുന്ന എക്സാമുകൾ, പ്രത്യേകിച്ച് 10ഉം 12ഉം ക്ലാസ്സുകളിൽ. ആക്ച്വലി ഇത്രയേറെ നമ്മൾ ഭയപ്പെടേണ്ടതായ കാര്യങ്ങളുണ്ടോ? ഉദാഹരണത്തിന് ഇപ്പം 10ൻ്റെ ബോർഡ് എക്സാം വരാൻ പോകുന്നത് കുവൈറ്റിൽ നടക്കുമോ, ഇന്ത്യയിലോട്ട് പോകണം എന്നുള്ള ഒരു സർക്കുലർ അടുത്തയിടയിൽ CBSEയിൽ നിന്ന് വരികയും അത് കുട്ടികളെല്ലാം എത്തുകയും ചെയ്തു. അതുപോലെ തന്നെ 12th സ്റ്റാൻഡേർഡിൻ്റെ എക്സാമിനേഷൻ എവിടെ നടത്താം, കുവൈറ്റ് മിനിസ്ട്രിയിൽ നിന്ന് അലോ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ എത്രത്തോളം അതിന് യാഥാസ്ഥികതയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ അതിന് സാധ്യതയാണോ? മിക്കവാറും കുവൈറ്റിൽ തന്നെ കിട്ടും. എല്ലാ ക്ലാസ്സുകളും 10ഉം 12ഉം കുവൈറ്റിൽ ക്ലാസ് നടത്താൻ പറ്റണം, പരീക്ഷ നടത്താൻ പറ്റണം. ഇപ്പോൾ നമുക്ക് 12ൻ്റെ റിട്ടേൺ അപ്രൂവൽസ് നമുക്ക് വന്നിട്ടുണ്ട്. അതിനിപ്പോൾ എന്തായാലും ബ്രേക്ക് ചെയ്യാൻ പോകുന്നു തോന്നുന്നില്ല. സോ ദാറ്റ് വിൽ കണ്ടിന്യൂ. 12ൻ്റെ പ്രാക്ടിക്കൽസ് അടക്കം എക്സാം വിൽ ബി ഇൻ കുവൈറ്റ് ഓൺലി. 10ാം ക്ലാസ്സുകാരുടെ ഇനിയും കൺഫർമേഷൻ ആയിട്ടില്ല. അതിൽ നമുക്ക് 3 ഓപ്ഷൻ നമുക്ക് CBSEന്ന് വേബലി പറഞ്ഞിട്ടുണ്ട്. അവർ ഒഫീഷ്യൽ വന്നിട്ടില്ല, റിട്ടേൺ വന്നിട്ടില്ല. ബട്ട് ഇറ്റ്സ് എ പോസിബിലിറ്റി. ഒന്ന്, ഇവിടെ തന്നെ അലോ ചെയ്യണമെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ എക്സാം. രണ്ടാമത്തേത്, കുട്ടിക്ക് നാട്ടിൽ പോകണമെങ്കിൽ എനി CBSE സ്കൂൾസ് എനിവെയർ ഇൻ ഇന്ത്യ ദേ വിൽ അലോ ടു റൈറ്റ് ദ എക്സാം. സോ ദിസ് നോ ഇഷ്യൂ ഓൺ ദാറ്റ്. മൂന്നാമത്തെ ചോയ്സ് പറഞ്ഞേക്കുന്നത് ആ കുട്ടിക്ക് അതേ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 11th കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇന്റേണലി ദ സ്കൂൾ ക്യാൻ പ്രൊമോട്ട് ദം. അത് ഫൈനൽ ആയിട്ടില്ല. ബട്ട് ദാറ്റ് വിൽ ദ ലാസ്റ്റ് ഓപ്ഷൻ. CBSE will be looking at, when the parents will be looking at, the school also will be looking at. അത് ആക്ച്വലി ക്ലിയർ അല്ല. അതായത് 11th സ്റ്റാൻഡേർഡ് അതേ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ തന്നെ 11th കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ദേ ക്യാൻ പ്രൊമോട്ട് ടു 11. അതിനൊരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CBSE 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് കിട്ടില്ല. സർട്ടിഫിക്കറ്റ് പാസ്റ്റ് എന്ന് കിട്ടും, ബട്ട് യു വിൽ ഗെറ്റ് ദ മാർക്ക് ലിസ്റ്റ്. ഈ കുട്ടിക്ക് വേറെ ഒരു ബോർഡിലേക്ക് മാറണമെങ്കിൽ CBSE സർട്ടിഫിക്കറ്റ് വേണം. അതുണ്ടാവില്ല. മറ്റേ സ്കൂളുകൾ ഇപ്പം ഈ പഠിക്കുന്ന സ്കൂളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അപ്പോൾ ഈ A ഗ്രേഡ് അല്ലെ ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് സ്കൂളിൻ്റെ മാർക്ക് മറ്റേ സ്കൂളിൽ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നോ പ്രോബ്ലം.
എന്താ ഓൺലി ഇൻറ്റേർണൽ ഇപ്പോൾ 8-ലോ 9-ലോ ഒരു കുട്ടി ഇവിടുന്ന് ഒരു സ്കൂളിലേക്ക് മാറുമ്പോൾ ഈ സ്കൂളിൻ്റെ ഇൻറ്റേർണൽ മാർക്സാണ് അവർ ആക്സെപ്റ്റ് ചെയ്യണത്. അതുമാതിരിയാണ് 10ാം ക്ലാസ്സിൻ്റെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നോ പ്രോബ്ലം. അല്ലാന്നുണ്ടെങ്കിൽ they have to write the exam anywhere in India or here if it is possible. ഒരു പേരൻ്റ് കൂടിയായ ശ്രീമതി മോളി ദിവാകരനിലേക്ക്, അതായത് ഈ ഇപ്പം താങ്കൾ കേട്ട് കാണുമല്ലോ, ഇപ്പോൾ ഈ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ കടമ്പയാണ്. അപ്പം ഒരു പേരൻ്റ് എന്ന രീതിയിലും അല്ലെ കുട്ടികൾക്ക് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കുക, ഇതിനകത്ത് മാനസിക പ്രശ്നങ്ങളും വരുന്നുണ്ട്. പഠിക്കാനുള്ള കുട്ടികളുടെ ഇൻട്രസ്റ്റ് അല്ലെ ഈ പേരൻസിൻ്റെ ഈ ഒരു സമ്മർദ്ദം എങ്ങനെ നോക്കണം? പാരൻസ് പ്രത്യേകിച്ച് കുട്ടികളോട് ഈ കാര്യങ്ങളൊന്നും പറയാണ്ടിരിക്കാൻ നല്ലത്. അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക, പഠിക്കാൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനുവേണ്ടി പാരൻസ് എല്ലാ എന്താ പറയുക സർക്കംസ്റ്റൻസസ് എൻവയറമെൻറ്റ് ഒരുക്കി കൊടുക്കണം. അതാണ് എൻ്റെ ഒരു പാരൻ്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഈ സ്കൂളിൽ വെച്ച് എഴുതണോ വേണ്ടിയോ എന്നുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കുട്ടികളെ അറിയിക്കാണ്ടിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ആസ് എ പാരൻറ്റ്. അവർക്ക് അല്ലെങ്കിൽ കുറേ സ്ട്രെസ്സസ് ഉണ്ട്, കുറേ പഠിക്കാനുണ്ട്, പിന്നെ വെരി എന്താ പറയേണ്ട ഒരു ഇൻഡിസൈസീവ് ഒരു നാട്ടിൽ പോയി പഠിക്കണോ ഇവിടെ എഴുതണോ എന്നുള്ളൊക്കെ കുറേ പ്രശ്നങ്ങളുള്ള സമയത്ത് നമ്മളിതൊന്നും കുട്ടികൾ ബോധറിയിക്കാണ്ടിരിക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ലതം പഠിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പക്ഷേ ഈ ഘട്ടത്തിൽ എക്സാമിൻ്റെയോടുകൂടി അടുത്തിരിക്കുന്ന സമയത്ത് അവരിതൊന്നും അറിയിക്കാണ്ടിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സാർ, ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികപരമായിട്ടും താഴേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആകുലത വർദ്ധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വിടുന്നതിനും അല്ലെങ്കിൽ ഇവിടെ തന്നെ നിലനിൽപ്പ് തന്നെ ഉള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ലഘൂകരിക്കാൻ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു. ആകുലത വർദ്ധിച്ചാൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവുമോ? അല്ല, ഈ വിഷയത്തിലല്ലേ ഒരു സർക്കാരിൻ്റെ ഇടപെടലുകളുടെ ആവശ്യം? സർക്കാരിൻ്റെ ഇടപെടൽ, സർക്കാരിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഇനി സർക്കാരിൽ. അവർക്ക് ചെയ്യാവുന്നതെന്നാ ഇഫ് യു ഡു ദിസ് യു ക്യാൻ ഡു ദാറ്റ്. അല്ലാണ്ട് സർക്കാർ കംപ്ലീറ്റ് എക്സാമിനേഷൻ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല, അവർക്കൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഒരു കുറച്ച് വിട്ടുവീഴ്ചകൾ. ഇപ്പം ഉദാഹരണത്തിന് CBSEയുടെ സർക്കുലർ ഇമ്മീഡിയറ്റ്ലി വന്നു ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നു. ഇതിനകത്തൊക്കെ പേരൻസിന് CBSE അങ്ങനെ വേണം ഇങ്ങനെ വേണം പറഞ്ഞിട്ട് ദേ ആർ ഗിവിംഗ് ഓപ്ഷൻസ്. ഇത് പാരൻസിനെ ഡിസൈഡ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ആണ്. അവർ 3 കാര്യം പറഞ്ഞു. ഒന്നുമല്ല കുട്ടിയുടെ ഒരുപോലെ എഴുതാണ്ടിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ പോയി അവർക്ക് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ദേ ആർ ഗിവിംഗ് ഓൾ ഓപ്ഷൻസ്. ഒന്നുമല്ല നിങ്ങളുടെ കൺട്രി അലോ ചെയ്യണമെങ്കിൽ അങ്ങനെ ഇപ്പം ഈ പാസിറ്റീസ് കുവൈറ്റ് ഒഴിച്ച് എല്ലാ രാജ്യങ്ങളും അലോ ചെയ്തിട്ടുണ്ട്. ബഹ്റിൻ ഇസ് അലൗഡ്, അബുദാബി ഇസ് അലൗഡ്, UAE കംപ്ലീറ്റ് UAE ഇസ് അലൗഡ്, ഖത്തർ ഇസ് അലൗഡ്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ മാത്രം ഒരു ഇഷ്യൂ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇഷ്യൂ CBSE പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇഷ്യൂ ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രൊമോട്ട് എവരിബഡി, വി ലുക്ക് ആഫ്റ്റർ ദം. ഇതിനകത്ത് 10ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു പരിധി വരെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്തോ ആ ഒരു രീതിയിലേക്ക് സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധിക്കും. പക്ഷേ സർക്കാരിൻ്റെ ഇടപെടൽ, ഉദാഹരണത്തിന് മുമ്പേ പറഞ്ഞാൽ മറ്റ് GCC രാജ്യങ്ങൾ അംഗീകരിച്ച സ്ഥിതിക്ക് കുവൈറ്റ് പോലൊരു രാജ്യത്ത് എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇതിനകത്ത് മനുഷ്യർ ചിന്തിച്ചു പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയൊരു ബിസിനസ് മാഫിയയുടെ ഇടപെടൽ വരാൻ സാധ്യത കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ട്രാവൽ ഇൻഡസ്ട്രി. കാരണം 10,000-ന് മുകളിലുള്ള സ്റ്റുഡൻസുകൾ പെട്ടെന്ന് നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അതിലൊരു ഉണർവ് വരും എന്നൊക്കെയുള്ള ബിസിനസ് ചിന്താഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊരു ഭയപ്പാടുണ്ട്. സാധ്യതയുണ്ടോ? എനി ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എനി പോസിബിലിറ്റി പീപ്പിൾ വിൽ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അത് വേറെ കാര്യം, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഉണ്ടോയെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇത് പറഞ്ഞു വെച്ചാൽ ഇവിടുത്തെ രാജ്യം സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ക്യാൻ വി ഡു? ഞങ്ങൾ കഴിഞ്ഞ പോലെ എംബസിയെ കോൺടാക്ട് ചെയ്തപ്പോൾ എംബസി പറഞ്ഞു വി കനോട്ട് ഡു എനിത്തിങ് എഗൻസ്റ്റ് ദ ലോസ് ഓഫ് ദ കൺട്രി. They will not interfere. They cannot interfere also. They say, you mind your business, you will only look after Indian issues, not the local rule. They will not allow to interfere. But we can negotiate. Ambassador can discuss with them, they can talk to them, they can convince them. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നല്ലാണ്ട് നിയമം മാറ്റാൻ പറയാൻ വി കനോട്ട് ഡു ഇറ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനൊന്നും ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കാമെങ്കിൽ കൂടിയും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഏതൊരു സർക്കാർ തലത്തിലോ പ്രത്യേകിച്ച് ഇതുപോലുള്ള രാജ്യങ്ങളിലേക്കോ നമ്മുടെ തന്നെ സർക്കാർ പ്രതിനിധികളിലൂടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ അതിനുള്ള സാധ്യത ഇതിനകത്ത് തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കാവുന്ന സ്കൂൾ അധികൃതർക്കാണ്. അതായത് അവരൊരു തീരുമാനമെടുക്കണം. നമ്മുടെ സ്റ്റുഡൻസിന് അവർക്ക് ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു രാജ്യത്തിൻ്റെ ബാധ്യതയാണ്. അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു വർഷം കളയാന്ന് വളരെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മളിവിടെ അവിടെ 17 ഇന്ത്യൻ സ്കൂൾസേ ഉള്ളൂ. ഈ 17 ഇന്ത്യൻ സ്കൂളിൽ പോയിട്ട് ഇവിടെ എല്ലാം കൂടി 200-250 സ്കൂൾസ് ഉണ്ട്. നമുക്ക് പോയി റെപ്രസെൻറ്റ് ചെയ്താൽ ലിസൺ. അവർ പറയുന്നത് നിങ്ങളുടെ രാജ്യത്തെ നിയമം നിങ്ങളുടെ നിയമമാണ്, ഞങ്ങളുടെ നിയമമല്ല. ഇവിടുത്തെ നിയമം ഇവിടുത്തെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വി ഗോട്ട് ദ സിറ്റുവേഷൻ, വി ഗോട്ട് ലോക്ക്ഡൗൺ, കുട്ടികൾ വരാൻ പാടില്ല, ആ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ ഗിവ് സം എക്സംഷൻ. ഇപ്പോൾ 2024 മുതൽ 10ാം ക്ലാസ് പരീക്ഷ ഉണ്ടാവില്ല, അത് കളയാണ് പുതിയ NEP വരുമ്പോൾ. അപ്പോൾ ചെയ്യാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൂടാ. അതാണ് ആ ഒരു പോയിന്റിലേക്ക് CBSE പറഞ്ഞത് they can promote within the school, there's no problem. അപ്പോൾ അതിനാരാണ് ഇപ്പോൾ തടസ്സം വരുന്നത്?
നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടില്ല. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ദെൻ വിൽ ടേക്ക് ഓൺ അതർ റൂട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷയുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആർക്കും ഒരു കാര്യത്തിലും അറിയേണ്ട ആവശ്യമില്ല. 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ മറ്റേ വഴി നോക്കും. അതിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും രാമേന്ദ്രൻ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻസിലും അതിജീവനത്തിലും അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങളെ കടമ്പകൾ കടക്കാനും ഒക്കെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ടെന്ന് തന്നെയാണ്. അതിന് പേരൻസ് ആകുലരാകേണ്ട ആവശ്യമില്ല. ശ്രീമതി മോളി, ഇപ്പോൾ നമ്മൾ കാണുന്നു ഉപരിപഠനത്തിന് നേരത്തെയൊക്കെ നമ്മൾ മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടയാക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നു. ഇന്നിപ്പം അതുപോലും സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ 12ാം ക്ലാസ് കഴിഞ്ഞ് അവരെ വിദേശ പഠനത്തിനായിട്ട് നമ്മൾ മറ്റ് യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ നാട്ടിലേക്കൊക്കെ അയക്കുമ്പോൾ ഈ ഒരു വലിയ കടമ്പയാണ്. എങ്ങനെ നോക്കണം? ഇപ്പോൾ കുട്ടികൾക്ക് കുറേ സമയമുണ്ട്. ഇൻ്റർനെറ്റായിട്ട് ഭയങ്കരമായിട്ട് അടുത്തുപോയി കുട്ടികൾ. അപ്പോൾ അവർക്ക് തന്നെ പല ഇൻഫർമേഷൻസും അറിയാനുള്ള ഒരു സാധ്യതയുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പാരൻസ്, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പാരൻസിനൊക്കെ ഞങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾ ലെറ്റ് ദം ഗോ, എക്സ്പ്ലോർ, എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്, എങ്ങനെയൊക്കെ പോവാം, അവിടെ തന്നെ പോകണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ കുട്ടികൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ പാരൻസ് അവരെ എംപവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല, ഓക്കെ എത്തിപ്പെടാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കോളേജസ് ഔട്ട്സൈഡ് ഇന്ത്യ ഓൾസോ അവർ വെർച്വലായിട്ട് ക്ലാസ്സസ് നടത്താനുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു. അത് കാരണം ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് ടു വറി ഓൺ ദാറ്റ്. കുട്ടികൾക്ക് അത്ര വറി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വെർച്വൽ സ്റ്റേജിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ വിദേശ പഠനത്തിനായിട്ട് പോകുന്നു. അവർ ഇവിടുന്ന് തന്നെ ഇന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ടോട്ടലി ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ഇതിനകത്ത് കുറേ സേഫ്റ്റിയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് കുട്ടികൾ വളരെ അകന്നും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂ ജനറേഷൻ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുവാണെന്ന് ഒരു അമ്മ എന്ന രീതിയിൽ അല്ലെ അതിനെങ്ങനെ നോക്കണം? ഒരു അമ്മ എന്ന രീതിയിൽ എനിക്ക് എൻ്റെ മക്കളോട് ഭയങ്കര എന്താ പറയണ്ട, ഐ എം സോ വെരി പ്രൗഡ്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ദേ ഹാവ് മൂവ്ഡ് ഫേർദർ. അവർ നെറ്റിസൻസായിട്ട് ജനിച്ചവരാണ് ഇവിടെ. അപ്പോൾ അവർക്ക് നമുക്ക് തന്നെ അറിയില്ല കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയനെ പറ്റി. പക്ഷേ അവർക്ക് കൂടുതൽ അറിയാം. ദേ നോ വാട്ട് ഇസ് ദ പോസിറ്റീവ്, വാട്ട് ഇസ് ദ നെഗറ്റീവ് ഒക്കെ അവർ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് അവരുടെ പിയർ പ്രഷർ ഇതൊക്കെ കുറച്ച് നാൾ മുമ്പൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികൾ അതെല്ലാം തരണം ചെയ്ത് അവർ മുന്നോട്ടേക്ക് നോക്കുകയാണ്. ഫേർദർ ദേ വോണ്ട് ടു ഡെവലപ്പ് ഫേർദർ. എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറേ നോളജ് അറിഞ്ഞു കഴിഞ്ഞു. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ പലതും പഠിച്ചു കഴിഞ്ഞു അവർ. അപ്പോൾ അവർക്കറിയാം ഇതൊന്നല്ല നമ്മളുടെ ജീവിതം, ഇനി നമുക്കിനിയും ദർ ആർ സോ മെനി പോസിബിലിറ്റീസ് എന്ന് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് അറിയാനുള്ള ഒരു ആഗ്രഹത്തിലാണ് കുട്ടികളെല്ലാം. പക്ഷേ ഇതിനകത്തൊരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾ പല രീതിയിലുള്ള സ്വഭാവങ്ങളിലുള്ളവരാണ്. ഉദാഹരണത്തിന് കുറച്ച് നോട്ടിയായിട്ടുള്ളവരുണ്ട്, കുറച്ച് ജീൻപരമായിട്ട് പല രീതിയിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ താങ്കളൊരു ലെക്ചറർ ആയതുകൊണ്ടും അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരാളായതുകൊണ്ടും ഒരു പരിധിവരെ നിയന്ത്രണത്തിലൂടെ ആയിരിക്കാം. ഇതൊന്നും എല്ലായിടത്തും സാധിക്കില്ല. പല ഷിഫ്റ്റുകളിലും പല രീതിയിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ പലപ്പോഴും ഫ്രീഡം ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് എന്ത് പറയാം? പാരൻസ് തന്നെയാണ് അതിൻ്റെ പുറകെ നിൽക്കേണ്ടത്. ടീച്ചേഴ്സിനൊക്കെ ഒരു വിധത്തിൽ, ഇപ്പോൾ ഞാൻ ടീച്ചറും കൂടിയാണ്, അപ്പോൾ ഒരു വിധത്തിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ പാരൻസ് ഡെഫിനറ്റ്ലി ഹാവ് ടു സ്പെൻഡ് ടൈം. പേരൻസിൻ്റെ സമയക്കുറവുകളും അല്ലെങ്കിൽ അവരുടെ പരിമിതികളും ഒക്കെ ബോധവൽക്കരണം എന്ന് പറയുന്നത് സ്കൂൾ തലത്തിൽ വളരെ ആവശ്യമല്ലേ? തീർച്ചയായും. സാർ, ഞാനിത് സാറിലേക്കൊന്ന് കിടക്കുകയാണ്. അതായത് ഇന്ന് പല മേഖലകളിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കൾക്ക് മാറി മാറി വരുന്ന ഷിഫ്റ്റുകൾ അവർക്കൊരു പക്ഷേ കുട്ടികളെ എത്രത്തോളം നോക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അത്തരം സാഹചര്യത്തിൽ സ്കൂളുകളിൽ ഇതിനൊരു ബോധവൽക്കരണം വേണ്ടേ? അത് ചെയ്യാറുണ്ടോ? അത് ഞങ്ങൾ എല്ലാ വർഷവും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് വി ഹാവ് ഓറിയൻറ്റേഷൻ ഫോർ ഓൾ ദ LKG മുതൽ 12 വരെയുള്ള പാരൻസ് എല്ലാവർക്കും വി ഗിവ് ഓറിയൻറ്റേഷൻ. അവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് വാട്ട് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ആസ് എ പാരൻറ്റ്, ഹൗ ഷുഡ് യു ലുക്ക് ആഫ്റ്റർ യുവർ ചിൽഡ്രൻ അറ്റ് ഹോം, വെൻ ദ കം ടു സ്കൂൾ, വെൻ ദ ഇൻട്രാക്ട് വിത്ത് ദ ടീച്ചേഴ്സ് ഓർ ദ ടീച്ചിങ് ടൈം, വി ലുക്ക് ആഫ്റ്റർ ദം. നമ്മുടെ അടുത്തൊരു 6 മണിക്കൂർ 5 മണിക്കൂർ കുട്ടികളെ കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാം പാരൻസിൻ്റെ ഒപ്പമാണ്. ആ സമയത്ത് പാരൻസ് എന്തെല്ലാം അവർക്ക് ആക്സസറീസ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം അവർക്ക് ഇത് കൊടുക്കണം, അവരുടെ ടൈം എങ്ങനെ മാനേജ് ചെയ്യണം, അതൊക്കെ ഇവരെത്ര നോക്കുക എന്നുള്ളത് പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. പാരൻസിനെ കുട്ടി സ്കൂളിൽ പോയാൽ പിന്നെ സ്കൂളിൻ്റെ ഉത്തരവാദിത്തം പറഞ്ഞ് മാറി വെക്കാൻ പറ്റില്ല. They have to look after the... Move it up, move it on, move it fast and do it soon. Walk, talk, tick, tock, clip, top, pick, top, make it quick, make it tick, make the connect. Walk, talk, tick, tock, clip, top, pick, top, make it quick. Lulu, where the world comes to shop. Badr Al Sama Medical Center, Fawwania, Kuwait. Modern healthcare, humane care. Since 1942, more than 100 branches across Kuwait. Credit in minutes to any bank in India.
Download the Al Muzaini app at your convenience anytime, anywhere. Many reasons, one exchange. Al Muzaini Exchange, always near you. Cultivation according to climate. Good fertile soil. Good atmosphere. Timely harvesting. Fresh packing. Freshly distributed. Highway Center, a complete family shopping experience. Fahel, Mangaf and Abbasiya. Badr Al Sama Medical Center, Fawwania, Kuwait. Modern healthcare, humane care. Kids at home. കുട്ടികളിൽ അടുത്ത കാലത്ത് ആത്മഹത്യാ ശ്രമങ്ങൾ കൂടി വരുന്നുണ്ട് പല രീതിയിലും. അതായത് ഉദാഹരണത്തിന് സ്കൂളുകളിൽ നിന്നുള്ള പ്രഷറാവാം, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വിഷയങ്ങളിൽ ചെന്ന് ചാടുന്നൊക്കെ ആവാം. ഇത് ഈ ഒരു സാഹചര്യങ്ങളെ സാർ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഫൈൻഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും കൂടുതൽ വരുന്ന പാരൻസിൻ്റെ പ്രഷർ കൊണ്ടാണ് കുട്ടികൾ ഒരുവിധം എല്ലാം ഒരു 80% കുട്ടികളും എന്തെങ്കിലും അവർക്കൊരു ഡൈവേർഷൻ വരുന്നത് പാരൻസിൻ്റെ പ്രഷർ കൊണ്ട് മാത്രമാണ്. അപ്പോൾ പാരൻസ് കുറച്ചും കൂടി സെൻസിബിളായിട്ട് എൻ്റെ കുട്ടിയാണ്, എൻ്റെ മോനാണ്, എൻ്റെ മോളാണ്, എങ്ങനെ വളരണം, എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ദാറ്റ് ഈസ് എ ഡിഫക്റ്റ്. എൻ്റെ കുട്ടിയോട് ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിഞ്ഞിരിക്കണം. അത് സംസാരിക്കേണ്ടത് അവൻ്റെ മൂഡ് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവളുടെ മൂഡ് നമ്മൾ മനസ്സിലാക്കണം. ആ മൂഡ് അനുസരിച്ച് എങ്ങനെ നമ്മളിലേക്ക് അവനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, ഞാൻ അച്ഛനാണ് അല്ലെങ്കിൽ ഞാൻ അമ്മയാണ്, എനിക്ക് എല്ലാ പവറും നിന്നിലുണ്ടെന്ന് പറഞ്ഞാൽ ആ പവർ ഇപ്പം നടക്കില്ല. ഇപ്പം നമ്മൾ എടുക്കേണ്ടത് നമ്മൾ സെൻസിബിളായിട്ട് ആലോചിക്കുക. കുട്ടി നമ്മുടെ കുട്ടിയാണ്. എല്ലാ കുട്ടികളും ഒരുമാതിരിയാണ്. ഒരു കുട്ടി മോശമല്ല, ഒരു കുട്ടി നല്ലതല്ല. എല്ലാ കുട്ടികളും ഈക്വലി ഗുഡ്. കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ഈ ഒരു സമ്മർദ്ദങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അധ്യാപകർക്കിടയിൽ ഇതേ വിഷയങ്ങൾ വരുന്നുണ്ട്. ഈ അടുത്ത കാലങ്ങളിൽ ചില സ്കൂളുകളിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് പൊതുവെ ഹാപ്പിയല്ല. ഒന്നുകിൽ സാലറി പ്രശ്നം, അല്ലെങ്കിൽ അവിടുത്തെ സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ ടൈമിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ ഈ അധ്യാപകർ സമ്മർദ്ദത്തിൽപ്പെടുമ്പോൾ അവരുടെ എന്താ പറയുക, അവരുടെ ഒരു മറ്റൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കുട്ടികളിലൂടെ പ്രതിഫലിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ അധ്യാപകരെ എങ്ങനെ ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇടപെടലുകൾ ശക്തമാക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? ടീച്ചേഴ്സിനെ നോക്കാന്നുള്ളത് സ്കൂളിൻ്റെ ഉത്തരവാദിത്തമാണ്. അവരെ സാലറി കട്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞാൽ ദേ വിൽ നോട്ട് ഡു ഇറ്റ്. അല്ലെങ്കിൽ സാലറി തരില്ല പഠിപ്പിക്കാൻ പറഞ്ഞാൽ ദേ വിൽ നോട്ട് ഡു ഇറ്റ്. അപ്പോൾ ടീച്ചേഴ്സിനെ ഹാപ്പിയാക്കി വയ്ക്കുക എന്നുള്ളത് എല്ലാ സ്കൂളിലും ഉത്തരവാദിത്തമാണ്. ദേ ഷുഡ് ബി ഹാപ്പി. അത് എന്നാൽ മാത്രമേ അവർക്ക് ദേ ക്യാൻ സ്പ്രെഡ് ദ ഹാപ്പിനെസ്. ഞാൻ ഹാപ്പി അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. അത് ഈ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടത് പല സ്കൂളുകളിലും ടീച്ചേഴ്സിന് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് അവർ അഭിമുഖീകരിക്കുന്നത്. അത് പിള്ളേരിലൂടെ അത് പ്രതിഫലിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും എനിക്ക് 700 ടീച്ചേഴ്സ് ഉണ്ട്. ഈ 700 ടീച്ചേഴ്സ് പോലും വാട്ട് വി ഗെറ്റ് ദം ആസ് ഇറ്റ് ഈസ് വിതൗട്ട് എനിത്തിങ്. ഓക്കെ, വി റിമൂവ് എ ഫ്യൂ ടീച്ചേഴ്സ്. അവർ പറയും ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ സ്കൂളിൽ ഉണ്ടാവില്ല. സ്കൂളിലുള്ള ടീച്ചേഴ്സ് ദേ ആർ കണ്ടിന്യൂയിങ് ആസ് ഇറ്റ് ഈസ്, ദേ ആർ വെരി ഹാപ്പി ആസ് ഇറ്റ് ഈസ്, ആൻഡ് ടു കീപ് ദം ഹാപ്പി ഇസ് മൈ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഇപ്പോൾ ഫീസ്. അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളായി കഴിഞ്ഞപ്പോൾ പേരൻസിൻ്റെ ഏറ്റവും കൂടുതലൊരു കംപ്ലയിൻറ്റുകളാണ് പിന്നെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇപ്പോഴും പൂർണ്ണമായിട്ട് ഫീസ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇളവ് കൊടുക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഒരു സ്കൂൾ നടത്തുന്ന ഒരാൾക്കാണ് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ മാത്രം എല്ലാ കുട്ടികൾക്കും 25% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. എവരിബഡി ഈസ് ഗെറ്റിംഗ് ദ ഡിസ്കൗണ്ട്. പിന്നെ സ്കൂളിൻ്റെതായിട്ട് ഇപ്പം നമ്മുടെ സ്കൂളിൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ സ്കൂൾ ഓൺ ചെയ്യുന്നത് എല്ലാം ക്വൈറ്റീസ് എല്ലാം ഓൺ ചെയ്യും. നമ്മൾ ബില്ലിംഗ് റെൻറ്റിന് എടുക്കുന്നു, ടീച്ചർ എല്ലാം നമ്മുടെ ഓൺ കോസ്റ്റാണ്. അവിടെ ഒന്നും നമുക്ക് റിഡക്ഷൻ ഇല്ല. അപ്പോൾ സ്കൂൾ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് എ കോസ്റ്റ്. ലാഭം ഉണ്ടാക്കാനല്ല. അതായത് ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചോളം 25% മാക്സിമം നമുക്കൊരു കുട്ടിയിൽ ഫീസിൻ്റെ ഇത് പ്രോഫിറ്റ് വരാൻ പോകുന്നത്. ഈ സിറ്റുവേഷനിൽ 25% ഫീസ് റെഡ്യൂസ് ചെയ്തപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് അങ്ങനെ വൈപ്പ് ഓഫ് ചെയ്യും. ഞാനൊന്നും വരുന്നില്ല വേറെ. എന്നാലും സ്റ്റിൽ വി ക്യാൻ കണ്ടിന്യൂ ഇറ്റ്. ഇറ്റ് ഇസ് നോ പ്രോബ്ലം. പാരൻസ് മനസ്സിലാക്കണം, അവർക്കും 25% അവർക്ക് ഫീ ഡിസ്കൗണ്ട് ഉണ്ട്, അവർക്ക് ബസ് ഫീ ഇല്ല, അത് ലാഭമുണ്ട്. അതും ഒരു അങ്ങനെ ഒരു മാസം ഒരു 20 ദിനാർ വെച്ച് ബസ്സിന് വന്നാൽ തന്നെ ഒരു ടൈമിലേക്ക് 60 ദിനാർ അറിയാം. അപ്പോൾ 25% ഇത് ട്യൂഷൻ ഫീ ഡിസ്കൗണ്ട്, ഇത് ബസ് ഫീ ഡിസ്കൗണ്ട് എല്ലാം കൂടി വരുമ്പോൾ ദേ ആർ ഓൾസോ മേക്കിംഗ് ആക്ച്വലി ഗുഡ് ഡിഡക്ഷൻ ഇൻ ദ ഫീ പേയ്മെൻറ്റ്സ്. സർക്കാർ തലത്തിലായാലും സ്വകാര്യ തലത്തിലായാലും പലപ്പോഴും കാണാൻ സാധിക്കുന്ന ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ പോകുന്ന ഒരു മാനേജ്മെൻറ്റുകളുടെ ഒരു കിടമത്സരങ്ങൾ ഈ അടുത്ത കാലത്ത് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ ബാധിക്കുമെന്നുള്ളത് വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ക്വാളിഫൈഡ് അല്ലാത്ത ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, സാലറി കുറച്ച് കൊടുക്കുക. ഇതൊന്നും അറിയാതെ പേരൻസ് ഇപ്പോൾ എല്ലാവരും ഒരുപോലെ സമ്പന്നരായിരിക്കണമെന്നില്ല. അവർ സ്വാഭാവികമായിട്ട് അവരുടെ കുട്ടികളെ എല്ലാവരും വിടുന്ന പോലെ വിടുന്നു.
ചില കുട്ടികൾ ട്യൂഷൻ എടുക്കുന്നു. പക്ഷേ പഠിക്കാൻ കഴിവുള്ളവരും പല രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്നതും പല രീതിയിൽ എക്സ്ട്രാ കരിക്കുലർ കഴിവുള്ള കുട്ടികളൊക്കെ മാറിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എങ്ങനെ വിലയിരുത്താം? അതിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം ഞാനിവിടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഒരു കുട്ടി അഡ്മിഷൻ എടുത്താൽ 3 കുട്ടികൾ ഫ്രീ എടുക്കും. അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ നമ്പേഴ്സ് മാത്രം കൂടി കഴിഞ്ഞിട്ട് പ്രോപ്പർ ടീച്ചിങ് സ്റ്റാഫ് ഇല്ലാണ്ട് വാട്ട് ആർ ഗോയിങ് ടു ഡു? അങ്ങനത്തെ വരുമ്പോഴാണ് എഡ്യൂക്കേഷൻ സ്പോയിൽ ആവുന്നത്. എഡ്യൂക്കേഷൻ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വിൽക്കണ മാതിരി ഒരു വെണ്ടയ്ക്ക് എടുത്താൽ 10 വെണ്ടയ്ക്ക് ബോണസ് കിട്ടുന്ന മാതിരി കുട്ടികൾ എടുക്കാൻ പറ്റില്ല. വി കാൻ ഡു ദാറ്റ്. സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ ഡിസിപ്ലിൻ വേണം, സ്കൂളിൻ്റെതായിട്ടുള്ള ഫീസ് ഉണ്ട്. പാരൻസ് അറിയാം ദാറ്റ്സ് എൻ എക്സ്പെൻസ്. പാരൻസിൻ്റെ ഇൻകം എന്ന് വെച്ചാൽ വളരെ കുറച്ച് ആൾക്കാരുടെ മാത്രമേ ഇൻകം കുറവ് വന്നിട്ടുള്ളൂ. അത് സ്കൂൾ അപ്രോച്ച് ചെയ്ത് ദേ വിൽ ഡു മെനി തിങ്സ് ഫോർ ദം. എഡ്യൂക്കേഷനിൽ പാരൻസ് കോംപ്രമൈസ് ചെയ്യാൻ പോയാൽ ദാറ്റ് വിൽ കോംപ്രമൈസ് എവരിവെയർ. സുബിത് മോളി, ആക്ച്വലി ഇപ്പം സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളിന്ന് കാണുന്നത് എല്ലാം ഒരു വ്യവസായവൽക്കരണം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബെനിഫിറ്റാണ് എൻഡ് ഓഫ് ദി ഡേ നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല സ്കൂളുകളിൽ പോകുന്ന കുട്ടികളും അവരുടെ കഴിവുകൾ പല വഴിയിലായി പോകാറുണ്ട്. എങ്ങനെ കാണുന്നു? ഒരു സ്ഥാപനം നടത്തുന്ന ആൾക്കാർ ഒന്ന് രണ്ട് കാര്യം, ഇപ്പോൾ എൻ്റെ കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു വെൽനെസ് ടീം എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ട് ദേ ഡു ഇസ് എല്ലാ ടീച്ചേഴ്സും ആദ്യം സിറ്റിംഗ് 2-3 hours ടുഗെദർ ഈ ക്ലാസ് എടുത്ത് നടക്കുകയാണോ ഒന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വന്നിട്ട് മിസ് മോളി ഇറ്റ്സ് ടൈം ഫോർ യു ടു ഗെറ്റ് അപ്പ് നൗ ജസ്റ്റ് ടേക്ക് എ വാക്ക് അറൗണ്ട് അങ്ങനെയൊക്കെ പറയും. പിന്നെ അതുപോലെ കുറേ റൂംസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. ആ റൂമിൽ പോയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം. ബിൽ ബോർഡ്സ് ഇങ്ങനത്തെ പല ഗെയിംസ് അതൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് മെൻ്റലി ടീച്ചർ ഷുഡ് ബി ഫൈൻ. അങ്ങനെ ഒരു എന്നുവെച്ചാൽ ഒരു സ്ഥാപനം നടത്തുന്ന ആൾക്കാർ ഇഫ് ദിയർ പ്രോഫിറ്റ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അങ്ങനെയുള്ളവർ ഇതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തെങ്കിൽ സ്കൂൾ വിൽ ഡു വെൽ, ടീച്ചേഴ്സ് വിൽ ഡു വെൽ, ദി സ്റ്റുഡൻസ് ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദി സ്റ്റുഡൻസ് ഓൾസോ. അങ്ങനത്തെ ഒരു ഇത് ചെയ്യാം. കുവൈറ്റിലെ സ്കൂളുകളിൽ സെപ്റ്റംബറോടുകൂടി നേരിട്ടുള്ള അധ്യയനത്തിന് സാധ്യത തെളിയുന്നുവെന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് കുവൈറ്റ് സർക്കാരിൽ നിന്നുള്ള തീരുമാനങ്ങൾ നിലവിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാലയങ്ങൾ വ്യവസായവൽക്കരിക്കപ്പെടാതെ മികച്ച സേവനം നൽകുന്ന അധ്യാപകരിലൂടെ കഴിവുള്ള കുട്ടികൾ, സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്കും എല്ലാ നിലവാരത്തിലുള്ള കുട്ടികൾക്കും ഒരുപോലെ പഠന സൗകര്യങ്ങൾ ലഭ്യമാകേണ്ട ആവശ്യകതയാണ് ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും പുതിയ ജനറേഷന് പകർന്നു കൊടുക്കേണ്ടത് ഏറ്റവും നല്ല മാതൃകകളാണെന്ന് സൂചിപ്പിക്കുന്ന കാലം. ഇതുപോലുള്ള മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണുന്നവരെ തൽക്കാലം വിടാം. ജയ് ഹിന്ദ്. വിദ്യാഭ്യാസ മേഖലയിലുള്ള കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ആശങ്കകളെ കുറിച്ചുള്ള നമ്മളുടെ ചർച്ച പര്യവസാനിക്കവേ ഒരു സന്തോഷ വാർത്ത നമ്മെ തേടിയെത്തി. അതായത് 10ാം ക്ലാസ്സിലെയും 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പരീക്ഷ കുവൈറ്റിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തുവാൻ കുവൈറ്റ് മന്ത്രിസഭ അനുമതി നൽകി. എന്തായാലും എല്ലാവരും എത്രയും വേഗം വാക്സിനേഷൻ എടുത്തുകൊണ്ട് കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് മുക്തി നേടുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തൽക്കാലം വിട. ദിസ് ഇസ് റെജീന. മാസലാമ. Al Muzaini app at your convenience anytime, anywhere. Badr Al Sama Medical Center, Fawwania, Kuwait. More than healthcare, humane care. Highway Center, a complete family shopping experience. Fahel, Mangaf and Abbasiya. Lulu Times of Kuwait. Always at your service. Lulu Web Store. Thank you, Lulu Web Store.